പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 12 ഹല്ലേലൂയ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് സൂക്ഷിച്ചത്. അതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പറ, സ്തോത്രം 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 സ്തോത്രം. ആമേൻ ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിന്, അത്ഭുതമായി നടത്തുന്ന പിതാവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന പിതാവിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാം. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയാം, നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ കരമുയർത്തി പറഞ്ഞ്, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞ്, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 148 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ സ്തുതിപ്പീൻ, യഹോവേ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവേ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ. അതെ ആമേൻ. കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സർവ്വ സൈന്യവുമേ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും, അതിൻ്റെ 11ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഭൂമിയിലെ രാജാക്കന്മാരും വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, കർത്താവിൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരസ്പർശനം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമായി മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ഇവരുടെ മനസ്സിന് ഭയങ്കര സമാധാനം കൊടുക്കണം. എല്ലാ തരത്തിലുള്ള ആകുലതകളെയും മാറ്റി കർത്താവേ, മനസ്സിന് ഭയങ്കര സ്വസ്ഥത ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. മനസ്സിന് ഭയങ്കര ആശ്വാസം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങൾക്കായി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവമാങ്ങ്. ആമേൻ. അങ്ങ് എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാണ്. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കുഷ്ഠരോഗിയുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തി, ആമേൻ. 38 സംവത്സരം ആ കുളക്കരയിൽ കടന്നവൻ്റെ മേൽ 38 സംവത്സരം സുന്ദരൻ ഗോപുരത്തിൻ്റെ വാതിക്കൽ കടന്നവൻ്റെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് രോഗികളായിരിക്കുന്നവരുടെ മേൽ, ആ രക്തസ്രവക്കാരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തി ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുത സൗഖ്യം നടക്കട്ടെ, അത്ഭുത സൗഖ്യം നടക്കട്ടെ, അത്ഭുത സൗഖ്യം നടക്കട്ടെ, അത്ഭുത സൗഖ്യം നടക്കട്ടെ, അത്ഭുത സൗഖ്യം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് അത്ഭുത സൗഖ്യം. കർത്താവെ, ഇന്നിപ്പോൾ ലിറ്ററലി കർത്താവെ, അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് മാറിയെന്ന് കേൾക്കുവാൻ കർത്താവ് ഇടവരുത്തണം. അവരേത് രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടാണോ അനുഭവിച്ചു കൊണ്ടിരുന്നത്, അത് യേശുവിൻ്റെ നാമത്തിൽ മാറിയെന്ന് വിശ്വസിക്കുന്നു. സൗഖ്യമാക്കിയതിന് സ്തോത്രം. അങ്ങനെ അത്ഭുത പ്രവൃത്തി നടന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രത്യേക കൃപ അവരുടെ കൂടെ ഉണ്ടാകണമേ. കർത്താവെ,
ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗ് ഒരു വലിയ ഉണർവിലേക്ക് നയിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗാണ്. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. ഞാൻ ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ എല്ലാ ദിവസവും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ആ സൗഖ്യം ലഭിക്കാത്തത്. ഓർക്കുക, ദൈവരാജ്യത്തിൽ എന്ത് നമുക്ക് ലഭിക്കണമെങ്കിലും നമ്മുടെ ഫെയ്ത്താണ് അത്യാവശ്യം. വിശ്വസിക്കണം. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലിറങ്ങട്ടെ. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ദൈവശക്തി ഇറങ്ങുമ്പോൾ അത്ഭുതം നടക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നോക്കുകയും വേദോസം നമ്മൾ പഠിക്കുമ്പോൾ കുഷ്ഠരോഗികളുടെ മേൽ ദൈവശക്തി ഇറങ്ങി, കുഷ്ഠരോഗം മാറി. രക്തസ്രവക്കാരിയുടെ മേൽ ദൈവശക്തി ഇറങ്ങി, അപ്പോഴേ സൗഖ്യമായി. ആമേൻ. ബെഥസ്ദ കുളക്കരയിൽ കിടന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയപ്പോൾ ആ കുളക്കരയിൽ കിടന്ന ആളിൻ്റെ സൗഖ്യമായി. ആമേൻ. സുന്ദരൻ ഗോപുരവാതിൽക്കൽ കിടന്ന മുടന്തൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയപ്പോൾ അന്നേരം തന്നെ ദൈവത്തിൻ്റെ സൗഖ്യം അവൻ അനുഭവിച്ചു. ഇതുപോലെ നിങ്ങളുടെ മേലും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം. ബൈ ഫെയ്ത്തിൽ വിശ്വാസത്തോടെ പറയണം, ഇന്ന് എൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങി, ഈ രോഗം എന്നെ വിട്ടുപോയി എന്ന് വിശ്വാസത്തോടെ നമ്മുടെ അധരം തുറന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ ഇനി രോഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവിക സൗഖ്യം വന്നു, നിങ്ങളുടെ ശരീരത്തിൽ ആ സൗഖ്യം നിങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ പിന്നെയും നാളെയും പ്രാർത്ഥിക്കും, നാളെ കഴിഞ്ഞും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും നമ്മൾ കൈവെക്കും, നമ്മൾ സൗഖ്യം അനുഭവിക്കത്തില്ല. സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നിങ്ങളുടെ അധരം കൊണ്ട് പറയണം, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണണം, ആത്മക്കണ്ണുകൾ കൊണ്ട് കാണണം. രോഗമില്ലാതെ അവൻ ഒരുപക്ഷെ നമ്മൾ പറയുമ്പോഴും നമുക്ക് ശരീരത്തിൽ രോഗത്തിൻ്റെതായ ക്ഷീണങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെതായ ലക്ഷണങ്ങളുണ്ടാകാം. അതിനെ ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് പറയില്ല, ദൈവശക്തി എൻ്റെ മേലിറങ്ങി, ഞാൻ സൗഖ്യമായി എന്ന് വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യുക, നിരന്തരം ഡിക്ലെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ശരീരത്തിൽ അപ്പോഴും ഈ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അതിനെ നോക്കാതെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതം കാണും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, പക്ഷേ അതിനുള്ള സമയം ഇനി നമുക്ക് കാര്യമായിട്ടില്ല. വാക്യം വായിച്ച് കേൾപ്പിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയും, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിക്കപ്പെട്ടതിൻ്റെ പിൻപിൽ അപ്പൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. ഞാനായാലും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുന്നത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അത് വിശ്വസിക്കണം. കർത്താവാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചത്. കർത്താവ് എന്നെ വീണ്ടും ജനിപ്പിച്ചതിൻ്റെ പിൻപിൽ ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട്. ഞാൻ ഇന്ന് ഏത് ദേശത്തായിരിക്കുന്നു, ഞാൻ ഏത് ഫാമിലിയിലായിരിക്കുന്നു, ഞാൻ ഏത് സഭയിലായിരിക്കുന്നു, അവിടെ എന്നെക്കുറിച്ചൊരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് വിശ്വസിക്കുക. എന്നിട്ട് അത് ഡിക്ലെയർ ചെയ്യുക, പറയുക, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കായിട്ടാണ് ദൈവം എന്നെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കുമ്പോഴും ഒരു പൈശാചിക പദ്ധതികൾക്കും എൻ്റെ മേൽ ജയമില്ല, അത് ജയിക്കുവാൻ കഴിയത്തില്ല. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന പദ്ധതി പൂർത്തീകരിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക, അത് നമ്മൾ പ്രാർത്ഥിക്കുക. വിശ്വാസക്കണ്ണാൽ നമ്മൾ അത് കണ്ടുകൊണ്ട് ദൈവം നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ എന്താണോ പദ്ധതി. എസ്തേറിനെ അന്ന് രാജകൊട്ടാരത്തിൽ കർത്താവ് ഇരുത്തുമ്പോൾ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അന്ന് ആ ദേശത്തുണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നത്തിനകത്തുനിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ജോസഫിനെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടിരുത്തുമ്പോൾ അവിടെ ജോസഫിനെ കുറിച്ചൊരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തിരിച്ചറിയുക, ആ പദ്ധതി അത് വിശ്വാസത്താൽ കണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില പ്രവൃത്തികൾ കർത്താവ് ചെയ്തെടുക്കും. അത് നമ്മൾ വിശ്വസിച്ചു കൊള്ളുക കേട്ടോ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക. കർത്താവേ, നീ എന്നെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? അങ്ങയുടെ പദ്ധതിക്ക് വേണ്ടിയാണ്. ആ പദ്ധതി എന്നിലൂടെ നടക്കട്ടെ എന്ന് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക. അത് നിങ്ങളിലൂടെ സംഭവിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്,
വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. കാരണം ഉയർത്തിപ്പറ, ഞാൻ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. ഒരിക്കലൂടെ വിശ്വാസത്തോടെ പറഞ്ഞ്, ഞാൻ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത്. ജോലിയിലായിരിക്കുന്നത്, കുടുംബത്തിലായിരിക്കും, എവിടെയാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ. അത് ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു ഡിവൈൻ പർപ്പസാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ ഈ ദിവസങ്ങൾ ഒരുക്കും. ഗോഡ് ബ്ലെസ് യു. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.